वराहरूपं दैववरीष्टं वरस्मितवदनं वज्रदन्तधर रक्षाकवचम् शिवसम्भूत भुवि संजात ನಂಬಿದವಗಿಂಬು ಕೊಡುವವನೀತ ಸಾವಿರ ದೈವದ ಮನ ಸಂಪ್ರೀತ ಬೇಡುತ್ತ ನಿಂದೆವು ಆರಾಧಿಸುತ್ತ चूड शिव शंकर पार्वती रमण निनगे नमो चर्मांबरधर चंद्रचूड शिव शंकर पार्वती रमण निनगे नमो नमो
ವೃಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀ. ചിന്തി പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ. കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനേതോ നരചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ. കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനേതോ നരചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ. ചാമുണ്ടികൾ ദീപണമേന്തിയ ചിതയാടിയ കാലമിതോ ചുടലൂന്നിയ പാതകളിൽ ചതിയുടലായി വരുന്നവനോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കും പോയിട്ട് വരണം, നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരണം. ഈശ്വര 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 ഉദിച്ചു വരുന്ന ഈശ്വര. 6 അയ്യപ്പന്മാരെ 100 ദേവന്മാരെ 12000 പടക്കതിര് 6 അയ്യപ്പന്മാരെ 100 ദേവന്മാരും ചൊല്ലും കരുത്തും മനം മുറിച്ചുണ്ടാക്കി തന്നിരിക്കണേ. ഇന്നൊക്കെല്ല നാളെക്കല്ല രാവ് 8 12 കാലത്തേക്കും തേര് തെളിഞ്ഞു വരാനുള്ള വിധി മനം മുറിച്ചുണ്ടാക്കി തന്നിരിക്കണേ. മതിച്ചു വരുന്ന ആനാണെങ്കിലും കുതിച്ചു വരുന്ന കുതിരയാണെങ്കിലും ചേർത്ത് വരുന്ന ചേർത്താണെങ്കിലും പടം പിടിച്ചു വരുന്നത് അകത്താണെങ്കിലും ആടി ഓടി വെട്ടി പിടിക്കാനുള്ള വിധി മനം മുറിച്ചുണ്ടാക്കി തന്നിരിക്കണേ. കുന്നത്ത് വെച്ച വിളക്ക് പോലെ തേങ്ങ വെട്ടി വെള്ളം പോലെ പയ്യകത്ത് പാല പോലെ ഇരുമ്പകത്തെ മൂർജം പോലെ ഇന്നൊക്കെല്ല രാവട്ട് കാലത്തേക്കും തേര് തെളിഞ്ഞു വരണേ. ഈ നല്ല തറവാട്ടിലും മൺമറിഞ്ഞു പോലുള്ള ഗുരുകാരണന്മാരല്ല അവരെ. അറിവില്ലാത്ത കുഞ്ഞു കുട്ടികള് അറിയും പ്രകാരം ചെയ്യുന്ന കാര്യാദികളിൽ വന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കണേ. ഈശ്വര ചൊല്ലി തന്ന ഗുരുനാഥ എൻ്റെ അച്ഛ 31 സമ്പ്രദായേ പിഴക്കരുത്. ആ രീതിയിൽ കിടന്നു മലവാഴൂ മലവാഴൂ ദൈവത്താലേ ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ ഇറ്റേറ്റു ചോരും നീ
ചുവപ്പും ചോലയുമേ വെന്തോ പോവാനിവൻ എന്തോ ചെയ്തോ വന്താർ മുടി ചോലേ അന്തിമയങ്ങുമ്പം അമ്പരമെഴുതീതു ചൊന്നു പോയി ചന്ദനേഴുന്നോന്റെ ചോര പൊടിഞ്ഞിന്ന് അമ്പേരി പോലുമേ നൊന്തു പോയി കാവൽ നോക്കണ കാവിലെ ഭീകരഭൂതമതേ കാതം നീറ്റണു തീയിട് നീട്ടിട് കാതരമേ കാളി കരാളികളാടണ കാനന കാഹളമേ കാറും പേറണു നോവണ കാനനനാദമിതേ കരിയേറിയ പൂമ്പുനമുള്ളില് നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവില് നീറ്റണു കാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളി മേലിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുമ്പും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാനാടി താരി താളം തെറ്റിക്കേളം വീരൻ തീയിൽ തീരുന്നോ ഒന്നുകുറേ 40 ദൈവങ്ങളും തുറക്ക മൂർമുലം മറ്റ കണ്ടനാർ ദൈവവും തുറക്ക ഉടയൊട്ട് കൂട്ടിലൊരു ദേവനികന്റെ വയനാട്ടുകുലവനും ഞാനൊരു ബന്ധം കൊളുത്തി കൊണ്ടുപോകുന്നതയ്യോ ഞാനൊരുത്തൻ വയ്യാതെന്നു വീണു പോകുന്നു വരിക വേണം ദൈവത്താന്മാരേ മുട്ടാലോടും നീളൻ തീ കനലാടും നേരം കയ്യിൽ കൊള്ളാതെ തലലാടിക്കുഴി വേവും നോവിൻ തീ നിന്നരിണികൾ വിതറിയ കനലിത് നിറയണ ഉടലിത് മറയണ കുതുകണ് പകലിത് നീ
ഒന്ന് തീയത് നീട്ടിടുകാതരമേ കാളി കരാളികളാടണ കാനന കാഹളമേ കാറും പേറണ നോവണ കാനനനാദമിതേ കരിയേറിയ പൂമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീച്ചണു കാലമവൻ കരിയമ്പിനും അമ്പരമമ്പിളിനേരിലും അമ്പരമേറ്റിലും നേന്തണതെന്തിന് പുകഞ്ഞു പടരണ് കരികരമുടയണു തുടയിലെ പിടിവഴി പൊടിയണ തുടങ്ങിട്ട് ചെറുപ്പവും ചുരും കെട്ടി പോകും നേരം തീരം കാണാടി താടി താളം കെട്ടി കേളം തീരും തീയ തീരുക മാറത്തെ കൈവച്ച് പിടിച്ചുള്ളി പ്രകാരം പോലെ എടാ എന്റെ കൂടി അതെന്നാ നിങ്ങള് എന്റെ മകനെ കഴിച്ചിട്ടാണ് അവരല്ലേ വന്നുള്ളൂ അമ്മ ഇങ്ങനെ വന്നിട്ടോ എവിടെ എന്റെ മകനെ കഴിച്ചിട്ടാര് എഴുന്നൂറ് പേര് വന്നാ നിങ്ങള് എന്റെ ഭവന കൃഷിക്കാരാണ് നല്ലത്തിന്റെ വിധിപ്രകാരം പോലെ കേട്ടാ എഴുന്നള്ളി വന്നിട്ടുണ്ട് എടോ അപ്പൊ ആ സന്താനത്തിന്റെ എന്റെ സന്താനം മാത്രമല്ല ഏവരും കൂടിയിട്ടാണ് സങ്കടത്തിൽ കിടക്കുന്നത് സത്യടോ അപ്പൊ ഞാനെന്റെ തിരായുധം പിടിച്ചിട്ട് എഴുന്നള്ളി വന്നിട്ട് ഉത്തരിക്കണ കാര്യമുള്ള സത്യല്ലെങ്കിൽ സത്യല്ലെന്ന് എന്നോട് ഉത്തരിച്ചോട്ടോ ഇപ്രകാരത്തിലൊന്നല്ല എടാ കെങ്കടുകലിനെ ഭവനത്തിൽ വായിച്ചോണ്ടിരിക്കാനാണ് സത്യടോ കൊടിയാർ അന്നാരത്തിന്റെ ഉത്തമത്തിലാക്കാം ഉണ്ടേ കൊടിയാർ അന്നാരം ഉത്തമത്തിലാവണ്ടേ ആവണോ അപ്പൊ അമ്മ എന്നൊരു നാമധേയം കൂടി ഉണ്ട് എന്റെ കൊടിയാരെ എന്താണ് ചിന്തിക്കാനുള്ള ഒരു കാര്യം നല്ലത്തിന്റെ വിധിപ്രകാരം ഈ തിരുമുറ്റത്ത് എഴുന്നള്ളിയത് ഞാനും ഒരു അമ്മയാണ് ബോധ്യപ്പെട്ടോ ബോധ്യപ്പെട്ടില്ലെങ്കിൽ ബോധ്യപ്പെട്ടില്ല എന്ന് എന്നോട് കണ്ടു അപ്പൊ ഞാൻ അവിടെ ഒരു ഭവനത്തിലൊരമ്മ ഇവിടെ ഭവനത്തിലൊരമ്മ ഞങ്ങള് രണ്ടാളും അമ്മ തന്നെയല്ലേ അപ്പൊ ആ അമ്മ ഉത്തരിച്ചറിഞ്ഞുണ്ട് കേട്ടാ അപ്രകാരത്തിൽ വരുന്നല്ല കേട്ടാ എന്റെ വിളികാലം കണ്ടേ കേട്ടാ ഞാൻ കാത്തിരിച്ചെന്നുള്ള എന്റെ കാലിന്റെ അടിയിൽ വന്ന് നിൽക്കണതും ഞാൻ കാത്തിരിച്ചെന്ന് അല്ലേ എഴുന്നള്ളിണ്ടായിരുന്നില്ല അവിടെ ഇപ്രകാരത്തിലും കിടക്കണ്ട് കേട്ടാ എന്റെ സന്താനത്തിന് നല്ലച്ഛന്റെ വാക്കൂരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ നല്ലച്ഛൻ ഉത്തരിച്ചത് ബോധ്യപ്പെട്ടോ നല്ലച്ഛനെ വിളിച്ചുള്ള സങ്കടത്തോട് കൂടിക്കാം സത്യണോ അത് പൂർത്തിയാക്കണ്ടേ
മുടക്കാം ഇടാ, അത് മുടക്കണ്ട. നല്ലച്ചൻ കോപിച്ച ഇടാ, ഈ പൊടിയാത്ത നേരങ്ങളൊക്കെ ഒരേക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ ഉത്തരിക്കണം ബോധ്യപ്പെട്ടോ? ഒരു പൊടിയാറാന്ന് പറഞ്ഞൊരു ബോധ്യപ്പെട്ടോ? അപ്പൊ വന്ന കാര്യങ്ങളൊന്നും പോയിട്ടാ, യാതൊരു വിധ എങ്ങനെയും കൂടാതെ കണ്ടിട്ടാ. ഇറങ്ങുന്ന ഇറക്കത്തിലും അമ്മ എന്നുള്ള വിളിയോട് കൂടി തന്നെയാണ് എന്റെ പൊടിയാറ് വന്നാനും എന്റെ വന്നാനും എഴുതുന്നത്. ഞാനൊരു തിരാതം പിടിച്ചിരിക്കുമ്പോ അമ്മേനെ വിളിച്ചാൽ ഞാൻ അവിടെ ഉണ്ടോ? ഒരേ കടല് കടന്നു പോയിട്ടുള്ള എന്റെ സന്താനം എന്റെ ഒരു പൊടിയാറ് സന്താനം കൂടി ഉണ്ട്. ഉത്തരിച്ച കാര്യങ്ങളുണ്ട്. ഞാൻ ഉത്തരിക്കണോ? ആ സന്താനം പ്രകാരത്തിലായിരിക്കുന്നത് ഭവനത്തോടു കൂടിയും അപ്രകാരത്തിലാണ്. ആ സന്താനം നമ്മുടെ സന്താനല്ലേ. ഭവനത്തില് ഒരു കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാല് മടക്കലിൽ ചവിട്ടിയ പോലെ. സത്യാണോ? ആ സന്താനത്തിന് കണ്ണീര് വരില്ലേ സന്താനങ്ങള്? അല്ലേ? അപ്പൊ ആ സന്താനം എന്ത് സന്താനം ഏവരും കൂടി വേണം എനിക്ക് കേട്ടോ. എന്റെ നല്ലച്ഛന്റെ വിധി പ്രകാരം പോലെ എനിക്ക് ഇറങ്ങി വില ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ പരിവാരം പോയി ഉത്തരിച്ചു കൊടുക്കോ? ഉത്തരിക്കണില്ല കേട്ടാ. എന്റെ പൊടി അതെന്നാങ്ങളെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അത് ഉത്തമത്തിലേക്ക് എത്തും കേട്ടാ. എന്റെ നല്ലച്ച അവിടെ എത്തിച്ചേർന്നു. ഉത്തരത്തേക്ക് ബോധ്യപ്പെട്ട് കേട്ടോ. കഴിഞ്ഞു പോയി അല്ലേ? അവിടെ തട്ടകത്തമ്മേ എല്ലാരും അവിടെ ഇഷ്ടം കൊണ്ടുള്ള കണ്ണീരാത്തത് ഏവരും കേട്ടാ. ഞാനും എന്റെ നല്ലത്തിനും എന്റെ പരിവാര വട്ടങ്ങളും കേട്ടാ. 30 വേളകളും എഴുതുന്നുണ്ടല്ലോ അവിടെ. അതുപോലെ ഇറങ്ങുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ്ട് എത്തണില്ല അല്ലേ? നമുക്ക് അവിടെ എത്തിക്കണ്ടേ? അങ്ങനെ എത്ര കാര്യത്തിലായിരുന്നല്ലോ പറ്റുക. വിഷ്ണുമായ ചാത്തനായിട്ടുള്ള സാനികരം ഏകദേശം അവിടെ ഉണ്ടല്ലോ.
അല്ലേ? അപ്രകാരത്തിൽ അവിടെ നല്ലച്ഛൻ്റെ താനീരുണ്ട് അല്ലേ? എന്റെ നല്ല ചെരിക്കുന്ന നായി വരച്ചാണ് എന്റെ തന്നേരം കഷ്ടപ്പെടുന്നത്. അപ്രകാരത്തില് എന്റെ നല്ലത്തിനെ എഴുന്നള്ളാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ആ സന്ദർഭത്തിനെ നമുക്ക് ഉത്തമത്തിലാക്കണം. ഞാൻ ഉത്തരിക്കാം കേട്ടാ. അതാണ് പറയുന്നത് ഉത്തരിക്കും. നക്ഷത്രം ശോഭ. എന്റെ കീരിടം അഴിച്ചിട്ട് ഭവനത്തിലെത്തുന്നു. ആ കോമരട്ടക്കാരോട് ഉത്തരിച്ച് ബുദ്ധിമുട്ടും. അപ്പൊ ആ കോമരകട്ടാകരൻ ഉത്തരിച്ചു തരും എപ്രകാരത്തിൽ കേട്ടാ. ഞാൻ ഒറ്റക്കൊറ്റക്ക് ഉത്തരക്കുണ്ടല്ലോ. ഏവരും കൂടി ഒരു ദിവസം സമർപ്പിച്ചോളൂ.
Thank